ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നൊരു ചെറിയൊരു പായസം വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ പായസത്തിന് വേണ്ടി ചവ്വരി ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചവ്വരി ഇട്ടും വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ചവ്വരി വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഡബർ മസാല ഒന്ന് ഒടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് മാറ്റിയിട്ട് അതേ നെയ്യിൽ തന്നെ നമ്മുടെ ബർ മസാലയും കൂടെ ഇട്ടൊന്ന് വറുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ ചെറിയൊരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പാലും പിന്നെ 2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ചവ്വരി കൂടെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിനി പാലിൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് പാൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന വെർമസെല്ലിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെർമസെല്ലി ഒരു അര വേവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചവ്വരി ഒരുപാട് കലങ്ങി പോകില്ല, നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. നല്ല മീൻ കണ്ണിൻ്റെ അതേപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഏത് പായസമാണ് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെർമസെല്ലിയാണോ അതേ പാലടയാണോ അതേ പ്രഥമനാണോ ഏതാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇവിടെ പാലെല്ലാം നല്ലതുപോലെ കുറുകി പായസം നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പഴവും കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക്